ഇന്നോവയെ ഈ ഒരു മോഡലിൽ വർക്ക് ചെയ്തിട്ടാണ് എല്ലാ ആളുകൾക്കും വേണ്ടത്. കൂടുതലും വർക്ക് പിന്നെ GRൻ്റെ കിറ്റ് കാര്യങ്ങൾ, ഫ്രണ്ടും ബാക്കും സ്കാറ്റിങ് കാര്യങ്ങൾ. അതും ഈ 2 കളറിൽ ഗ്രേ കളറിലും അതേപോലെ സിൽക്കി ഗോൾഡ് കളറിലും. നിങ്ങൾക്ക് സിൽക്കി ഗോൾഡ് കളറിൽ ഈ ഒരു വർക്ക് എടുത്ത വാഹനമാണോ ഇഷ്ടം? അതല്ല ഗ്രേ കളറിലാണോ അങ്ങനെ മോഡിഫൈ ചെയ്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ട്ടോ. ഇത് രണ്ടും അതർ സ്റ്റേറ്റ് വാഹനങ്ങളാണ്. ഈ ഒരു 2014 മോഡൽ G4ൽ വരുന്ന വാഹനമാണ്. എക്സ്ട്രാ അലോയ്സും കാര്യങ്ങളും ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. നിങ്ങൾ പറയുന്ന യഥാർത്ഥ ഫീസും നമ്പറാക്കി തരാൻ കഴിയുന്നൊരു വാഹനമാണ്. അതേപോലെ ഫിനാൻസ് കയറാൻ പറ്റിയത് ഇതേപോലെ മോഡിഫൈ ചെയ്ത വാഹനങ്ങളുണ്ട് ചോദിച്ചുകൊണ്ട് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. ഇത് 2 വർഷമായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമായിരുന്നു. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമായിരുന്നു. സെക്കൻഡ് ഓൺഷിപ്പിലേക്ക് നമ്പറായിട്ട് 2 വർഷമായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കേട്ടോ. ഇത് 2013 മോഡൽ വി ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 2,20,000 കിലോമീറ്ററാണ്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ടേജ് ഭാഗത്ത് മാറ്റം വരുത്തിയിട്ടുള്ള പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, അതേപോലെ LED ടൈൽ ലാമ്പ്, ഫ്രണ്ട് GRൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഒരു ക്രിസ്റ്റ ടൈപ്പ് സ്കാറ്റിങ്, അതേപോലെ ബാക്കും ഒരു ക്രിസ്റ്റ ടൈപ്പ് സ്കാറ്റിങ് കൊടുത്തിട്ടുണ്ട്. മിറർ ഒക്കെ നമ്മൾ പിയാനോ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. അലോയ്സ് പിയാനോ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഡിക്കി സ്പോയിലർ പിയാനോ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡിക്കി ഗാർണിഷ് നമുക്ക് LED വരുന്ന ഇന്നോവ എന്നൊക്കെ എഴുതിയത് LED വരുന്ന ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ട് എഡ്ജിൻ്റെ ആ ഒരു ലുക്ക് അത് വേറെ തന്നെ കേട്ടോ. നിങ്ങൾക്ക് ഗ്രേ കളറിലാണോ ഈ വർക്ക് ഇഷ്ടം, അതേപോലെ സിൽക്കി ഗോൾഡിലാണോ ഈ ഒരു വർക്ക് ഇഷ്ടം എന്നുള്ളത് നമ്മൾ താഴെ കമൻറ്റിൽ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു സിൽക്കി ഗോൾഡിൻ്റെ ഫുള്ള് വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ബാ, ഇതിൻ്റെ ഫ്രണ്ട് എഡ്ജ് ഭാഗങ്ങളൊക്കെ ഒരു ലുക്ക് വേറെ തന്നെയാണ് കേട്ടോ. അതേപോലെ സൈഡ് ഭാഗങ്ങൾ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. കുറച്ച് ബോഡി കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഫുള്ള് ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല. അപ്പം പിന്നെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ, നിലവിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് കണ്ട് അത്യാവശ്യം നല്ല വൃത്തിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ 2 വാഹനങ്ങളും 8 സീറ്റ് വാഹനങ്ങളാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ബാക്ക് ടയർ ഒരു 90% ബിഡ്സ്റ്റോണ്ട് വരുന്നുണ്ട്. ഫ്രണ്ട് ടയർ ഒരു 70% MRFിൻ്റെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ടൈലാമ്പും കാര്യങ്ങളൊക്കെ LED ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിൽ ഡിക്കി ഗാർണിഷ് LED, ഈ ഒരു മോൾ ഭാഗത്ത് ബ്ലാക്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അടിഭാഗം സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. LED റിഫ്ലക്ടർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ, ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ്. 2013 വി ഓപ്ഷന് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. ശരിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു വാഹനം നമുക്ക് ഇതുവരെയായിട്ട് വീഡിയോസ് ഇടാൻ കിട്ടാറില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ഇടുമ്പോൾ തന്നെ ഏകദേശം അഡ്വാൻസും കാര്യങ്ങളൊക്കെ ആവാറുണ്ട്. അപ്പോൾ ജസ്റ്റ് കയറിയപ്പം ജസ്റ്റ് 1-2 വാഹനങ്ങൾ പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഇതിലേതോ ഒരു ക്വാർട്ടർ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടായിരുന്നു. ഈ ഗ്ലാസ്സുകളൊക്കെ പക്കയാണ് കേട്ടോ. ഈ ഗ്ലാസ്സുകളൊക്കെ പക്കയാണ്. 7 സീറ്റാണ് വരുന്നത്. ബാക്ക് ഭാഗത്തേക്ക് വരുമ്പം ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ്, ഈ ഒരു ഡോർ ഗ്ലാസ്സാണ് റീപ്ലേസ് കേട്ടോ. അതേപോലെ ഈ ഒരു ഡോറ് മാറിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗത്ത് വാഹനത്തിൻ്റെ ഏത് സൈഡ് ഭാഗത്തും പിന്നെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. അതൊക്കെ ഗ്യാരണ്ടിയാണ്. പിന്നെ അതിൻ്റെ എൻജിൻ റൂം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. ഇൻ്റർകൂളർ എൻജിനിൽ വരുന്ന വാഹനമാണ്. ഈ ഫ്രണ്ട് ഭാഗത്തൊന്നും ഏതൊരു സൈഡ് ഭാഗത്തൊന്നും നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. അത് നമ്മൾ ഗ്യാരണ്ടി തരും. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു 3 ലക്ഷം റുപ്യ, ഒരു 2.5 ലക്ഷം റുപ്യൊക്കെ ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും കേട്ടോ. ഈ വാഹനത്തിലൊക്കെ ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റാണ് പറയുന്നത്. 8,10,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലൈൻറ്റുകൾ ഇതൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരും കേട്ടോ. അതേപോലെ ക്രിസ്റ്റ ടൈപ്പിൽ നല്ല അടിപൊളി അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, GRൻ്റെ കിറ്റ് ഫുള്ള് കയറ്റിയൊരു വാഹനം. 8 സീറ്റ് വാഹനം തന്നെയാണ്. 2014 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. നിങ്ങൾ പറയുന്ന ഏത് RTO ഓഫീസിക്കും NOC എടുത്തു തരാൻ കഴിയും. ഇതുമ്പോൾ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് NOC എടുത്തു വരുമ്പോൾ എന്തായാലും ഒരു 1.5 മാസം 2 മാസം ടൈം എടുക്കും. അതുകൊണ്ട് നമുക്ക് പിന്നെ ഫിനാൻസ് കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഫ്രണ്ടേജ് ഭാഗങ്ങളും ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്കാ ഒരു കണ്ടീഷൻ തന്നെയാണ്. നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡ് ഭാഗത്തും കാണിക്കാൻ കഴിയില്ല. ക്രിസ്റ്റൻ്റെ അലോയ്സാണ് ചെയ്തിട്ടുള്ളത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു സൈഡ് ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കാ ഒരു കണ്ടീഷൻ തന്നെയാണ് കേട്ടോ. ടച്ചിങ് ആൻഡ് പോളിഷൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗങ്ങളുള്ളത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ LED ടൈലാമ്പ്, ഒരു ക്രിസ്റ്റ ടൈപ്പ് ബാക്ക് അടിപൊളി സ്കാറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇന്നോവ റിഫ്ലക്ടർ LED ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ബമ്പർ സ്കാറ്റുമ്മേ
ഒരു റിഫ്ലക്ടർ LED കൊടുത്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ പുതിയ സീറ്റ് കവർ ചെയ്തതാണ് കേട്ടോ. ഫ്ലോർ മാറ്റൊക്കെ കമ്പനി കൊടുക്കുന്നതാണ്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ അതിൻ്റെ എഞ്ചിൻ സൈഡ് കാണിച്ചു കൊടുക്കുക. ഇത് സാധാ എഞ്ചിനാണ് വരുന്നത്, ഇൻ്റർകൂളർ എഞ്ചിനല്ല, സാധാ എഞ്ചിനാണ് വരുന്നത്. ആമറോണിൻ്റെ പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഓയിൽ ലീക്കോ മേജർ കംപ്ലൈൻറ്റുകളോ അതൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് സിൽക്കി ഗോൾഡിൽ വേണ്ടവർക്ക് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതല്ല ഈ ഒരു വാഹനം നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് വിളിക്കുക. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലൈൻറ്റുകൾ നിങ്ങൾ ഈ 2 വാഹനം എടുത്തുകൊണ്ട് പെട്ടെന്നുള്ളൊരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ PC കാർ സ്പോട്ട് കൊടുത്തോളി. യാതൊരു പേടിക്കേണ്ട. അത്രത്തോളം ഗ്യാരണ്ടിയിൽ തരാൻ കഴിയുന്ന 2 വാഹനങ്ങളാണ് കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കുറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കരുത്.